ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ വെജിറ്റബിൾ സ്റ്റ്യൂ ആണ്. അപ്പോൾ അപ്പത്തിനും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്റ്റ്യൂ. അപ്പോൾ അതിന് വേണ്ടുന്നത് നമ്മളൊരു വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ്, ഇത് രണ്ടും തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട്, അതായത് സ്ക്വയർ പീസസ് ആക്കിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് മോർണിംഗിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഒരു 3/4 ഗ്ലാസ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ, അതായത് സിമ്മിൽ വെച്ചിട്ട് ഒരു വിസിൽ മാത്രം അടിച്ച് മാറ്റി വയ്ക്കുക. കാരണം ഇത് കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ വല്ലാതെ ഉടഞ്ഞു പോകും. ഇത് ഒരു വിസിലടിക്കുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര സോഫ്റ്റും ആയിരിക്കും, കൂടുതൽ ഉടഞ്ഞും പോവില്ല. അപ്പോൾ അത് അങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക, കുക്കറിൽ അടിച്ച് മാറ്റി വയ്ക്കുക. അതിൻ്റെ ഒപ്പം നമ്മൾ വേറെ ചെയ്യുന്നത്, ഒരു നാളികേരം ചിരകി പാല് പിഴിഞ്ഞ് നമ്മളൊരു 3/4 ഗ്ലാസ്സോളം തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്, അതായത് ഒന്നാം പാല് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി പാല് ഒരു തവണയും കൂടി പാല് പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൽ ഈ ജാറിൽ ഇടുന്നത് നമ്മുടെ പെരിഞ്ജീരകം ചേർത്ത് അടിച്ച് കഴിയുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ഒരു മണം കിട്ടും. അതതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ്. ഇപ്പോൾ ചൂടായ പാനിൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വേപ്പില പൊട്ടിച്ചു, ഒരു 6 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്തു, ഒരു സവാള, ഒരു മീഡിയം വലുപ്പത്തിലുള്ളൊരു സവാള നീളത്തിലരിഞ്ഞിട്ട് അതും ചേർത്തു. ഇത് ഒരിക്കലും നമ്മളിത് വല്ലാതെ ബ്രൗൺ കളറാക്കി എടുക്കരുത്, സവാള വല്ലാതെ ബ്രൗൺ ആവാൻ പാടില്ല. അത് അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും, കറിയുടെ തന്നെ ടെക്സ്ചർ മാറിപ്പോവും. ഇതിലേക്ക് ഇപ്പോൾ ഉപ്പിട്ടു. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു സ്വല്പം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതാണ് നമ്മൾ മുളക് പൊടി ഇതിൽ ചേർക്കില്ല, ഇഞ്ചി ചേർക്കില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒന്ന് വഴറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ച ഗ്രീൻ പീസും ഇതും ചേർന്ന മിക്സ് അതിനകത്തോട്ട് ചേർത്തു. അതിൽ നിന്ന് വെന്ത് അതിനകത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം. ഞാൻ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് കോൺഫ്ലോർ, 1 ടീസ്പൂൺ കോൺഫ്ലോർ ഈ പാലിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വെക്കുന്നുണ്ട്. ഈ കോൺഫ്ലോർ ചേർക്കുന്നത് ഈ സ്റ്റ്യൂവിന് ഒരു ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു കുറുകിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ഒരു 6 കാഷ്യൂനട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഈ രണ്ടാം പാല് ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ രണ്ടാം പാല് ചേർത്തിട്ട് ഇനി ഇതൊന്നും കൂടി കുറുകി വരണ രീതിയിൽ സിമ്മിൽ വെച്ചിട്ട് വേവിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ചേർത്തത് കുരുമുളക് പൊടി. പിന്നെ നമ്മൾ മുളക് പൊടി സ്റ്റ്യൂവിൽ ചേർക്കില്ല, കുരുമുളക് പൊടി ചേർത്തു. ഇപ്പോൾ ചേർത്ത് ഗരം മസാല ചേർത്തു. ഇനി ഇപ്പോൾ ചേർക്കുന്നത് ഈ കാഷ്യൂനട്ട് പേസ്റ്റാക്കിയത്, അത് അരച്ചത് അതിൽ ചേർത്തിട്ടുണ്ട്. പാലിൽ മിക്സ് ചെയ്ത് വെച്ച ആ 1 ടീസ്പൂൺ കോൺഫ്ലോർ അതും മിക്സ് ചെയ്തത് കട്ട കൂടാതെ അതും ചേർത്തു. ഇനിയിപ്പോൾ അത് നന്നായിട്ട് ഇരുന്ന് ചെറിയ തീയിൽ വെച്ച് അത് കുറുകി വരുമ്പോൾ നമ്മളെ ഒന്നാം പാല് അതും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റ്യൂ റെഡിയായി. ഇനി ഒന്നാം പാല് ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഇത് നെയ്യിൽ ഒരു 6-5 കാഷ്യൂനട്ട്, റേസിൻസ്, ചെറിയ മുന്തിരി, ഉണക്കമുന്തിരി അതും ചേർത്ത് നമ്മൾ ഈ സ്റ്റ്യൂവിലേക്ക് അതിന് മീതെ ആഡ് ചെയ്തു. നമ്മുടെ സ്റ്റ്യൂ റെഡി. ഇത് അപ്പത്തിനും ബ്രെഡിനും ഒക്കെ സൂപ്പറാട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. താങ്ക് യു.